കേക്ക് ആദ്യം കൊടുക്കുന്നത് ഞാൻ തന്നെ ആയിരിക്കും. ഓ പൂജ, ഇതൊരു സന്തോഷ വാർത്ത തന്നെയാണല്ലോ. അവനോട് കൂട്ടുകൊണ്ടോ വേണ്ടിയോ എന്നുള്ള കാര്യത്തിൽ ഞാൻ വളരെ കൺഫ്യൂസ്ഡ് ആണ്. ഇങ്ങനെയുള്ള ഒരാളെ കിട്ടാൻ നമ്മൾ ഭാഗ്യം ചെയ്യണമല്ലോ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. അവൻ എനിക്ക് റുസ്തം കേക്ക് ഷോപ്പിൽ നിന്നും മിക്സ് ഫ്രൂട്ട് കേക്കും വാങ്ങിക്കൊണ്ടുവന്നു. അതൊരു ബെസ്റ്റ് കേക്ക് ആണ്. അങ്ങനെയാണെങ്കിൽ എനിക്ക് ആരെങ്കിലും റുസ്തം കേക്ക് ഷോപ്പിൽ നിന്നും കേക്ക് വാങ്ങിക്കൊണ്ട് വന്നിരുന്നെങ്കിൽ ഒരുപക്ഷെ എനിക്കത് മനസ്സിലായേനെ ആരാണ് എന്നെ ആത്മാർത്ഥമായി സ്നേഹിക്കുന്നതെന്ന്. ചെടികൾക്ക് വെള്ളം ഒഴിച്ചാൽ അത് പൂ തരും. ഞാൻ എല്ലാ ഫ്രൂട്ട്സ് കേക്കും വാങ്ങിക്കൊണ്ട് വരും. പറഞ്ഞത് ശരിയാണ്. റുസ്തം കേക്ക് ഷോപ്പിൽ നിന്ന് മിക്സ് ഫ്രൂട്ട് കേക്ക്. ഐ ലവ് ഇറ്റ്. ആ കേക്ക് ഞാൻ വാങ്ങിക്കൊണ്ട് വരും. ആ കേക്ക് ഞാൻ വാങ്ങിക്കൊണ്ടുവരും. ആ കേക്ക് ഞാൻ തന്നെ വാങ്ങിക്കൊണ്ട് വരും. കേക്ക് ഞാൻ തന്നെ വാങ്ങിക്കൊണ്ട് വരും. ഓഹോ, ഞാൻ ഒരു കാര്യം മറന്നുപോയി. കിച്ചന്റെ ബൾബ് ഫ്യൂസായി പോയി. ഞാൻ പോയി ഇപ്പൊ വാങ്ങിച്ചോണ്ട് വന്നേക്കാവേ. നീ നന്ദിയുള്ളവനാണ്, സത്യസന്ധനാണ്, അത് ശരി, ധീരനാണ്. അതെയോ? പറഞ്ഞു വരുമ്പോ നീ സോർദാറേയല്ല. എന്ത്? അപ്പൊ പിന്നെ ഇവനെ കണ്ടിട്ട് എന്താ സോർദാറിനെ പോലെ ഇരിക്കുന്നത്? ഇവൻ നമ്മുടെ ഉറ്റ സുഹൃത്താണ്. മാത്രമല്ല ഇവനെ ഫ്രണ്ടായി കിട്ടിയതിൽ നമ്മൾ അഭിമാനിക്കുന്നു. ദാ കണ്ടില്ലേ പാവം, എപ്പോഴും വീട്ടിലെ പണികളെല്ലാം ഒറ്റയ്ക്കാ ചെയ്യുന്നത്. ഇനി അങ്ങനെ ആവാൻ പാടില്ല. സോർദാറെ നിക്ക്, ഞാൻ പോയി ബൾബ് വാങ്ങിട്ട് വരാം. വേണ്ട, എനിക്ക് ഇഷ്ടപ്പെടുന്ന ഞാൻ വാങ്ങിച്ചോണ്ട് വന്നേക്കാം. സോർദാർ ബൾബ് വാങ്ങാൻ പോയതാണെങ്കിൽ ഞാൻ പോയി ട്യൂബ് ലൈറ്റ് വാങ്ങിച്ചോണ്ട് വരാം. ഈ വീട്ടിൽ പ്രകാശത്തിന് ഒരിക്കലും ഒരു കുറവുണ്ടാവാൻ പാടില്ല. വെല്ലുവിളിയാ, ഞാൻ പറഞ്ഞു വന്നത് എന്താന്ന് വെച്ചാ, ഞാനൊരു കാര്യം ചെയ്യാം. ഞാൻ പോയി ഒരു ക്യാൻഡിലുമായിട്ട് വരാം. കറണ്ട് പോയി കഴിഞ്ഞാലേ ട്യൂബ് ലൈറ്റ് ആണെങ്കിലും ബൾബ് ആണെങ്കിലും കത്തില്ലല്ലോ. ഇവന്മാരെല്ലാരും കഴുതകളാണ്. ഓരോ ജോലിയുടെ പേരും പറഞ്ഞ് പോയി കളഞ്ഞില്ലേ. ഇനി സമാധാനത്തോടെ ഞാൻ പോയി മേഡത്തിന് കേക്ക് വാങ്ങിക്കൊണ്ടുവരുമല്ലോ. അപ്പൊ പിന്നെ അതങ്ങനെ ആരും അറിയത്തും ഇല്ല. ഒരു കേക്ക് വേണം. ഇല്ല, കുടിച്ചാൽ എന്തുകൊണ്ടാണ് ബോധം പോകുന്നേ? ഈ ഫ്രൂട്ട് കേക്ക് എന്തിനാ ഇങ്ങനെ വെച്ചിരിക്കുന്നേ? അടികൈ, ഇത് റിസർവ് ആണ്. ആരുടെ ബർത്ത്ഡേക്ക് വേണ്ടിയാ? ഈ കേക്ക് എല്ലാം അവരുടേതാണ്. എന്റെ വല്യച്ഛന്റെ മരുമകളാണ് ടിറ്റു. കേക്കിന് വേണ്ടി എന്തെങ്കിലും ഒന്ന് ചെയ്തേ പറ്റൂ. എന്റെ അമ്മേ, കേക്ക് ഷോപ്പിലേക്ക് എന്തോ ദൂരവാ. വാവ്, എനിക്കിഷ്ടപ്പെട്ട ഗ്രീൻ. എന്റെ അമ്മച്ചി, ഈ സ്കൂട്ടർ ഇന്ന് തന്നെ കേടാവണമായിരുന്നോ? ഒരു ഫ്രൂട്ട് കേക്ക് തരൂ. ഇല്ല, എല്ലാം വിറ്റുപോയി. അതെ, കേക്ക് ഇതോ ഇരിക്കുന്നല്ലോ. അത് മറ്റാരുടെയോ ബർത്ത്ഡേക്കുള്ള ഓർഡറാണ്. അത് രാത്രിയല്ലേ, അപ്പോഴേക്കും നിങ്ങൾക്ക് ഉണ്ടാക്കാമല്ലോ. എനിക്കിപ്പോ അത്യാവശ്യം ഒരു ഗിഫ്റ്റ് കൊടുക്കാനാണ്. ആ പറഞ്ഞ ശരിയാണ്. കേക്കിന് സ്പോട്ട് പേയ്മെന്റ് ആണെങ്കിൽ പിന്നെ വേണ്ടാന്ന് വെക്കുന്നത് എന്തിനാ? കൊണ്ടുവെക്കോളോ. ഇത് അടിപൊളി ബൈക്കാണല്ലോ, ഇടയ്ക്കൊക്കെ ഓടിക്കാൻ തരണേ. താങ്കൾ മഹാനാണ്, അത് ശരി, ബുദ്ധിമാനാണ്. ഓ സത്യത്തിൽ താങ്കൾ റുസ്തമേ അല്ല,
എന്താ? താങ്കൾ മഹാനായ റുസ്തമാണ്, മഹാനായ റുസ്തം. എത്രയും പെട്ടെന്ന് തന്നെ ഒരു കേക്ക് ഉണ്ടാക്കൂ. എടാ, ഇത്രയും മിക്സ് ഫ്രൂട്ട് കേക്ക് കൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യാനാ? ഇപ്പൊ സോർദാർ ഒരു കേക്കും കൊണ്ട് പോയതേ ഉള്ളൂ. കേക്ക് കൊണ്ടുപോയെന്നോ? റുസ്തം ചേട്ടാ, ഞാൻ ചേട്ടന്റെ വണ്ടി ഒന്ന് എടുത്തോട്ടെ. താങ്ക് യു. ഞാൻ എപ്പോഴാ ഓക്കെ എന്ന് പറഞ്ഞത്? സ്നേഹത്തിന്റെ കാര്യത്തിൽ ഈ പോപ്പട്ട് ഒരിക്കലും തോറ്റു കൊടുക്കാറില്ല. കേക്ക് കൊടുക്കുന്നത് ഈ ഞാൻ തന്നെയായിരിക്കും. സംശയമുണ്ടോ? കൊള്ളാല്ല സർദാറെ, ഇത്രയും ബൾബ് വാങ്ങിയോ നീ? അതെ, വീട് മുഴുവൻ ബൾബിടും ഞാൻ. എന്റെ സർദാറെ, നീ ആകെ ക്ഷീണിച്ചല്ലോ. സ്കൂട്ടർ സൈഡിലോട്ട് മാറ്റേ, ഞാൻ നിന്നെ ബൈക്കിൽ വീട്ടിലാക്കി തരാം. ഓക്കേ. ഇതാണെങ്കിൽ സ്റ്റാർട്ട് ആവുന്നില്ലല്ലോ. നീ ബൈക്ക് ഓടിക്ക്, ഞാൻ ദാ ഈ സൈഡിൽ ഇരുന്നോളാം. ശരി, ഓക്കേ. സോറി സർദാർ, മേഡത്തിന് കേക്ക് ആദ്യം കൊടുക്കുന്നത് ഞാൻ തന്നെ ആയിരിക്കും. സോറി കൊച്ചലിയ, മേഡത്തിന് ആദ്യം കേക്ക് കൊടുക്കുന്നത് ഈ ഞാനാണേ. അയ്യോ, ഞാനെന്താ ഇങ്ങനെ താഴേക്ക് പോകുന്നേ? വെയിറ്റ് വല്ലാണ്ട് കൂടിയിരിക്കുകയാണ്. അത് കുറച്ച് കുറയ്ക്കേണ്ടി വരും. ഇല്ലെങ്കിൽ ബണ്ണി ഉറപ്പായി നിന്നെ പിടിക്കും. സംശയമുണ്ടോ? ആ ബോക്സ് എനിക്ക് തന്നേക്ക്. താങ്ക് യു പോപ്പട്ടെ. ആ. അയ്യാ. എടാ, നിന്റെ തലയില് 2 കൊമ്പുണ്ടോന്ന് തപ്പി നോക്കിയേ. ഇല്ല. അല്ലെങ്കിൽ കഴുതകൾക്ക് കൊമ്പില്ലല്ലോ. സംശയമുണ്ടോ? ഇതുപോലെയുള്ള തരികിട പരിപാടിക്ക് ബുദ്ധിയുടെ ആവശ്യമുണ്ട്. മനസ്സിലായോ? ദാ നോക്ക് സോർദാറെ, ഭാഗ്യം എനിക്ക് വഴി തെളിച്ചു തന്ന് അത് അതിന്റെ ജോലി ചെയ്യുകയാണ്. നീ കേക്ക് എനിക്ക് തന്ന് സൗഹൃദം തെളിയിക്ക്. സംശയമുണ്ടോ? എനിക്കിപ്പോ മാഡത്തിന്റെ അടുത്ത് ഒരു ഉത്തരവാദിത്വം ഉണ്ട്. അത് കഴിയട്ടെ, എന്നിട്ട് നമുക്ക് ഇതിനെ കുറിച്ച് ആലോചിക്കാം. എന്തതിശയോ അത്, ഇത്രയധികം എല്ലുകളോ? എടാ പണി, കൊച്ചലിയ, ഞങ്ങളിതാ നിന്നെ 4 വശത്തൊന്നും വളഞ്ഞു വെച്ചിരിക്കുകയാണ്. ഇല്ല, 3 വശത്തുനിന്നാണ് വളഞ്ഞിരിക്കുന്നേ. ഒരു വശം കാലിയാണ്. ഇവനിത് ഇവിടെ പോയി. ബണി, നീ ഇപ്പൊ ഈ കാണിക്കുന്നുണ്ടല്ലോ, അത് ഒട്ടും ശരിയല്ല. മര്യാദയ്ക്ക് ഗ്ലാസ് ഹൗസിൽ നിന്ന് പുറത്തു വാ. സംശയമുണ്ടോ? എനിക്ക് ആ കേക്ക് തിരികെ തരുന്ന നല്ലത്. അന്വേഷിപ്പിൻ കണ്ടെത്തുമെന്നല്ലേ? ബണി, അത് കേക്കാണ്, കളിക്കാനുള്ള സാധനമൊന്നും അല്ല. താഴെ വീണ് കഴിഞ്ഞാ അത് മൊത്തത്തിൽ കുളമാവും കേട്ടോ.
എടോ ജോക്കറെ താനെ ബണ്ണി എങ്ങനെ കണ്ടായിരുന്നോ? ഏത് പണി? ആ പൂച്ചയാണോ? ഭയങ്കര സ്മാർട്ട് അല്ലേ? ഭയങ്കര ബ്യൂട്ടിഫുൾ, ലൈക്ക് മോഡേൺ ആർട്ട് അല്ലേ? അയാളെയല്ല ഒരുപാട് പേര് അന്വേഷിക്കുന്നത്. ആ പണിയുടെ കയ്യിലല്ലേ ഇപ്പൊ ഒരു ഫ്രൂട്ട് കേക്ക് ഇരിക്കുന്നത്? ആ അതെ അതെ, ആ ബണ്ണി തന്നെയാണ്. അവന്താ ഈ ടെന്റിനകത്തുണ്ട്. താങ്ക് യു ജോക്കറേട്ടാ, നിങ്ങൾ എനിക്ക് നല്ലൊരു വഴിയാ കാണിച്ചു തന്നത്. എന്നെ മണ്ടനാക്കിയതാണോ? എടാ നീ തന്നെയാണ് പണ്ണി. അത് ചോർന്നാറായിരുന്നു. ദാ കേക്ക് കൊണ്ടുപോയി. കേക്ക് ആദ്യം കൊടുക്കുന്നത് ഞാനായിരിക്കും. ഞാൻ എനിക്ക് വേണ്ടി ഗിഫ്റ്റ് കൊണ്ടുവന്നിരിക്കുകയാണോ? അതെ, ക്രിസ്തുമേടന്റെ മിസ്ഡ് ഫ്രൂട്ട് കേക്ക്. നിങ്ങൾ 4 പേരും എന്നെ ഒരുപാട് സ്നേഹിക്കുന്നുണ്ടല്ലേ? ഒരുമിച്ച് പോയി എനിക്ക് വേണ്ടി കേക്ക് കൊണ്ടുവന്നിരിക്കുകയാണല്ലേ? അതെ മേഡം, ഞങ്ങൾ ഒരുമിച്ച് പോയാണ് ഈ കേക്ക് വാങ്ങിച്ചത്. എനിക്ക് എന്തായാലും വളരെ അധികം ഇഷ്ടപ്പെട്ടു. അമ്പലത്തിൽ ഉത്സവത്തിന് പൊട്ടിക്കും നല്ല ഗുണ്ട്. എന്റെ കയ്യിൽ നിങ്ങൾക്ക് വേണ്ടി ഒരു സർപ്രൈസ് ഉണ്ട്. അടികൈ. അതൊക്കെ പിന്നീട്. ആദ്യം നിങ്ങൾ ഈ കേക്ക് കഴിക്കൂ. കുട്ടികൾ എനിക്ക് വേണ്ടി റുസ്തമിന്റെ ഷോപ്പിൽ നിന്ന് മിക്സ് ഫ്രൂട്ട് കേക്ക് വാങ്ങിക്കൊണ്ട് വന്നിരിക്കുകയാണ്. ഇന്നലെ എന്റെ ഗാർഡനിൽ ഒരു ചുമന്ന റോസാപ്പൂ വിരിഞ്ഞു. കുട്ടികൾ എന്റെ സർപ്രൈസ് ആകെ നശിപ്പിച്ചു കളഞ്ഞു. ആരും കൈയടിച്ചേക്കല്ലേ. ഇദ്ദേഹത്തിന് ഇതെന്താ പറ്റിയത്? കണ്ണാ സാറിന് മിക്സ് ഫ്രൂട്ട് കേക്ക് ഇഷ്ടമല്ലെന്നാ എനിക്ക് തോന്നുന്നത്. സർപ്രൈസ് തരാൻ വേണ്ടിയല്ലേ വന്നത്. ഇതിപ്പോ സർപ്രൈസ് ആയിട്ട് തിരിച്ചു പോയതാണ്. ഇതിനെയാണ് പറയുന്നത് ഗെയിം ഓഫ് ഡെസ്റ്റിനി. സംശയമുണ്ടോ? അല്ല അതെന്ത് ഗെയിമാ?